എൻ്റെ ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും ആദ്യമായി ഞാൻ നമസ്കാരം പറയട്ടെ. ഇന്ദ്രൻസ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് തരുന്ന ആദ്യ വാഗ്ദാനം, അതേ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇന്ദ്രൻസ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് തരുന്ന വാഗ്ദാനം. ആ വാഗ്ദാനം നിങ്ങൾ പാലിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ എപ്പിസോഡ് കാണുന്ന ഓരോരുത്തർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ വാഗ്ദാനം. ഈ വാഗ്ദാനം എന്ന് പറയുമ്പോൾ വാഗ്ദാനം മിയർ വാഗ്ദാനമല്ല. ആ വാഗ്ദാനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. അത് സഫലീകരിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളിലൂടെ കൂടിയുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കാത്തത്? വാട്ട് ഈസ് ദ റീസൺ വൈ വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു കമ്മ്യൂണിക്കേറ്റ് ബൈ യൂസിങ് ദ ലാംഗ്വേജ് ഇംഗ്ലീഷ്? അതിൻ്റെ റീസൺ എന്താണ്? ഈവൻ ദ വെൽ ക്വാളിഫൈഡ് ലേണേഴ്സ്, ദോസ് ഹു ആർ ക്വാളിഫൈഡ്, ദോസ് ഹു ആർ വെൽ ക്വാളിഫൈഡ്, they are not in a position to communicate by using the language English. What is the reason why that is so? That we can find it out first of all. അതിൻ്റെ പുറമെ നമുക്കതിൻ്റെ കാരണം കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്കതിൻ്റെ റെമഡി ആലോചിക്കണം. ആ റെമഡി എന്ന് പറഞ്ഞാൽ പോരാ, റെമഡിയുടെ പ്രായോഗികതയും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ റെമഡി എന്താണെന്ന് പറയാം, അതിൻ്റെ റീസൺ എന്താണെന്ന് ആദ്യമായിട്ട് പറയാം, പിന്നെ റെമഡി എന്താണെന്ന് പറയാം, ആ റെമഡിയുടെ പ്രായോഗികത എന്താണെന്ന് ഞാൻ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും എന്താണ് റീസൺ. യഥാർത്ഥത്തിൽ റീസൺ ആണല്ലോ എന്ത് പ്രശ്നത്തിൽ നമ്മൾ അതിൻ്റെ കാരണം എന്താണെന്ന് ആദ്യം ആലോചിച്ച് കണ്ടെത്തി അതിൻ്റെ പരിഹാരമല്ലേ പിന്നീട് നമ്മൾ കണ്ടെത്തേണ്ടത്. പരിഹാരത്തിൻ്റെ പ്രായോഗികത, പരിഹാരം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിന്നതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. ജനറലി the idea originates in our memory, brain and thought only in Malayalam because we are all Malayalis. Okay, let it be. അപ്പോൾ നമുക്കത് ഇംഗ്ലീഷിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് സംസാരിക്കാൻ കഴിയുള്ളൂ, അല്ലേ? ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ ട്രാൻസ്ലേഷൻ അല്ല. ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസ് ഈസ് ട്രാൻസ്ലേഷൻ ഈസ് നോട്ട് അറ്റ് ഓൾ എക്സിസ്റ്റിംഗ് ആസ് കൺസേൺഡ് വിത്ത് ദ ലാംഗ്വേജ് ഇംഗ്ലീഷ്. അപ്പോൾ ആസ് ഈസ് ട്രാൻസ്ലേഷൻ ഇതര ഭാഷകളിൽ നിന്ന് ഒന്നും തന്നെ, അവിടെ മലയാളത്തിൻ്റെ മാത്രമല്ല ഏത് ഭാഷകളിലായാലും ആ ട്രാൻസ്ലേഷൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ചേഞ്ച് ദ സെയിം ഓൺ ദ വെരി നോ സെക്കൻഡ്. അതായത് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റണം. ആ സച്ച് എ ബ്രെയിൻ കപ്പാസിറ്റി വി ജസ്റ്റ് റിക്വയർ ടു ബിൽഡ് ഇറ്റ് അപ്പ്. ആ ബ്രെയിനിൽ നമുക്കത് ബിൽഡപ്പ് ചെയ്യാൻ കഴിയണം. അത് നിങ്ങൾ ബ്രെയിന് ബിൽഡപ്പ് എന്നൊക്കെ എന്ന് പറയുമ്പോൾ ഒന്നും പഠിച്ചുകൊണ്ടാ, ചെറിയ കാര്യമാണ്, അതൊക്കെ വെരി ഈസിലി വി ക്യാൻ ഡു. പക്ഷേ ഏത് കാര്യത്തിനും വാട്ട് എവർ കർമ്മ വി ആർ ഗോയിങ് ടു ഡു ഇൻ അവർ ലൈഫ് വി ജസ്റ്റ് റിക്വയർ ടു സ്പെയർ ആർ ടു ഡെഡിക്കേറ്റ് എ ലിറ്റിൽ എക്സ്റ്റെൻഡ് ദാറ്റ് മച്ച് ഇസ് ഇനഫ് ഫോർ ദ ടൈം ബീയിങ്. അത് നിങ്ങൾ പരിപാലിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ ഏത് കാര്യം ഇംഗ്ലീഷ് പഠിക്കുക എന്നല്ല, ഏത് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു ഡെഡിക്കേഷൻ ഉണ്ടാവും, ഒരു പീരീഡ്. ഇപ്പോൾ ഒരു BA MA വെക്കണമെങ്കിൽ നമ്മൾ 15-12 കൊല്ലം എവിടെ പോകണം? കോളേജിൽ മഴയത്തും വെയിലത്തും ബസ്സുകാരി ഒക്കെ പോകണം, അല്ലേ? അതേപോലെ ഒരു ഡെഡിക്കേഷൻ, അർപ്പണ ബോധം, എനിക്ക് ഇംഗ്ലീഷ് വേണം എന്നുള്ള ഡാറ്റ നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് നടക്കും. അപ്പോൾ ആദ്യമായി ഞാൻ റീസൺ പറഞ്ഞു. റീസൺ എന്താണെന്ന് പറയണം. എന്താണ്? ഫോർമേഷൻ ഇൻകപ്പാസിറ്റി. ഒറ്റ വാചകമാണ്. ഈ ഫോർമേഷൻ ഇൻകപ്പാസിറ്റി എന്ന് പറയുമ്പോൾ വാചക രൂപീകരണം നമ്മൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ കാരണം. മലയാളം മനസ്സിലായല്ലോ? ഫോർമേഷൻ മീൻസ് വാചക രൂപീകരണം നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ആദ്യമായി നമ്മൾ വാചക രൂപീകരണം എങ്ങനെ പഠിക്കാം എന്ന് നമുക്ക് നോക്കാം. ഈ വാചക രൂപീകരണം എന്ന ലോകത്തിലെല്ലാ വാചകവും ഇങ്ങനെ രൂപീകരിച്ചുകൊണ്ട് വലിയ സെൻറ്റൻസ് ആക്കി ചെറിയ സെൻറ്റൻസും വലിയ സെൻറ്റൻസും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കൽ അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷെ നമ്മൾ ഫോർ എക്സാമ്പിൾ ആയിട്ട്, ഉദാഹരണമായിട്ട് നമുക്ക് ഒരു ചേഞ്ച് നമുക്ക്, അതായത് മലയാളത്തിൽ നമ്മുടെ മാതൃഭാഷയിൽ നിന്ന് ഇതര ഭാഷക്കാരാണ് ആ ഭാഷയിൽ നിന്ന് അവർ ഇംഗ്ലീഷിലേക്ക് ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഈസിലി. ആ ചേഞ്ച് എങ്ങനെ ചെയ്യാം? അതിന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് ഒരു ഉദാഹരണം ഇടുക. പക്ഷേ അതിന് മുന്നോടിയായി, ആ ഉദാഹരണം പറയുന്നതിന് മുന്നോടിയായി ഞാൻ പറഞ്ഞിട്ടുണ്ട് പരിഹാരം. റീസൺ പറഞ്ഞു, പരിഹാരം എന്താണ്? ഫോർമേഷൻ ഇൻകപ്പാസിറ്റി ആണെന്ന് പറഞ്ഞു. പരിഹാരത്തെക്കുറിച്ച് പറയുന്നതിന് മുന്നോടിയായിട്ട് ആ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറയാം. എന്താണ്? അതായത് നമ്മൾ മലയാളം നമ്മൾക്ക് എന്താ അറിയാവുക? യഥാർത്ഥത്തിൽ നമ്മളെല്ലാം മലയാളീസ് അല്ലേ? അതുപോലെ ഇതര ഭാഷക്കാർക്കും അവരുടെ ഭാഷയെക്കുറിച്ചോ ഒന്നും അറിയില്ല. പക്ഷേ ഈ ഒരു ഡാറ്റ മാത്രം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം. അന്നേരമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രായോഗികതയും ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ പറ്റൂ എന്നുള്ള തീർച്ചയായും കഴിയുമെന്നുള്ളതിൻ്റെ ആ ഉത്തമ ബോധം, ആ ഉത്തമ കോൺഫിഡൻസ്, ഉത്തമ വിശ്വാസം. കോൺഫിഡൻസിൻ്റെ മലയാളം വിശ്വാസം അല്ലേ? കോൺഫിഡൻസ്, ആത്മവിശ്വാസം, അത് കിട്ടണം. അതിന് വേണ്ടിയാണ് ഞാൻ ഈ ചെറിയൊരു ഉദാഹരണം നിങ്ങളോട് പറയുന്നത്.
ഉദാഹരണം ഞാൻ പറയുന്നത് നമ്മുടെ മലയാള ഭാഷ നമ്മളെല്ലാവരും ജീവിച്ചിട്ട് 99-100 കൊല്ലം വരെ ജീവിച്ച് മരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷാ പണ്ഡിതന്മാരടക്കം നമ്മളെ പഠിപ്പിച്ച പ്രൊഫസർമാരും അടക്കം മലയാള ഭാഷയുടെ ആൾക്കാർക്ക് എന്താ ശരിക്കും അറിയുക, നമുക്കും അറിയില്ല. പക്ഷെ നമ്മൾ ജീവിച്ച് മരിക്കുന്നവരെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ വിപരീത പദങ്ങൾ ഇല്ലേ, പര്യായങ്ങൾ, അലങ്കാരങ്ങൾ, ആ ഓരോ വാക്യത്തിൻ്റെയും ഉൽപ്പത്തി എന്താ നമുക്കറിയാം. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ എന്താണ് മലയാള ഭാഷ നമ്മൾ മരണം വരെ സംസാരിച്ച് നമുക്ക് ഏതാണോ പറയേണ്ടത്, ഏത് കാര്യങ്ങളാണോ നമുക്ക് അവതരിപ്പിക്കണം, അത് നമുക്ക് സാധിക്കുന്നുണ്ട്, എഴുതാൻ പറ്റുന്നുണ്ട്, വായിക്കാൻ പറ്റും. അതേപോലെ ആ ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിൽ ഓർമ്മിച്ചാൽ മതി. ഇതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് തെളിയിക്കുകയാണ് ആദ്യത്തെ ഈ എപ്പിസോഡിൽ തന്നെ. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യത്തെ ഫോർമേഷൻ്റെ ഒരു ഉദാഹരണം, അതായത് എങ്ങനെയാണ് ഫോർമേഷൻ, എന്താണ് ഫോർമേഷൻ, എല്ലാ ഫോർമേഷനും പഠിക്കണോ, ആ ഒരു ഫോർമേഷൻ പഠിച്ചാൽ നമുക്ക് ലക്ഷക്കണക്കിന് ഫോർമേഷൻ അല്ല കോടിക്കണക്കിന് ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കാം. ഫോർ എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് നമുക്ക് ആദ്യം തന്നെ എടുക്കാം. ഐ ആം എ സ്റ്റുഡൻറ്റ്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? ഐ ആം എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഈ ഐ ആം എ സ്റ്റുഡൻറ്റ് എന്നുള്ള ആ ചെറിയ 2-3 പദങ്ങൾ ഉപയോഗിച്ചാണ് ആ വാക്യം ഉണ്ടാക്കുക. ഐ ആം എ സ്റ്റുഡൻറ്റ് അല്ലേ. അതായത് ഒരു ആൽഫബറ്റ് അടക്കം 4 വേർഡ് ഉണ്ടായില്ല അല്ലേ. ഐ ആം എ സ്റ്റുഡൻറ്റ്. നിങ്ങളൊരു കാര്യം ചെയ്താൽ നോക്കിയാൽ ആ സ്റ്റുഡൻറ്റ് എന്നുള്ള ഒരു വാക്യം, ആ ഒരു വേർഡ് അവിടെ മാറ്റിയാൽ നിങ്ങൾക്ക് എത്ര കോടി വേർഡ് ഉണ്ടാക്കുക. നമ്മൾ 99 കൊല്ലം ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ വരെ ഈ ഒരൊറ്റ സെൻറ്റൻസ് എഴുതി തീർക്കാൻ പറ്റില്ല. I am a student, I am a farmer, I am a businessman, I am an athlete, I am a teacher, I am a professor, I am a bank employee, I am a driver, I am a... ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ പ്രൊഫഷനും പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര ഉണ്ടാക്കാം? കോടാനുകോടി വാചകം ഉണ്ടാക്കാം. ഇപ്പോൾ കാര്യം മനസ്സിലായി. ഇപ്പോഴാണ് ഫോർമേഷൻ. ഈ ഫോർമേഷൻ എന്ന് പറയുന്ന, ഈ രൂപീകരണം എന്ന് പറയുന്ന ഈ ഒരൊറ്റ ഉദാഹരണം കൊണ്ട് നിങ്ങൾക്ക് എത്രയെങ്കിലും വാചകങ്ങൾ, അതായത് ഷോർട്ട് ഓർ ലോങ് സെൻറ്റൻസ് ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് ഞാൻ വരാം. പക്ഷേ ആദ്യമായി ഒരു പഠിതാവ് എന്നുള്ള നിലയിൽ നമുക്ക് എന്താണ് വേണ്ടത്? 2, 3, 4, 5 ഇങ്ങനെ പദപ്രയോഗങ്ങൾ വെച്ചുകൊണ്ടുള്ള ചെറിയ ഷോർട്ട് സെൻറ്റൻസ് അത് നമ്മൾ ഉണ്ടാക്കി പഠിക്കണം. അപ്പോൾ ഇങ്ങൾക്ക് ഉദാഹരണം തന്ന് കാരണം എന്താണെന്ന് പറഞ്ഞു, ഫോർമേഷൻ എന്താണെന്ന് പറഞ്ഞു, അതെങ്ങനെയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു ഉദാഹരണം കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് എനിക്കറിയാം 100% കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവും. എല്ലാം പഠിക്കണ്ട. ഐ ആം എ സ്റ്റുഡൻറ്റ്, ഐ ആം എ ബിസിനസ്മാൻ, ഐ ആം എ ലോയർ, ഐ ആം എൻ അഡ്വക്കേറ്റ്, ഐ ആം എൻ MBBS ഹോൾഡർ, ഐ ആം എൻ ഇങ്ങനെ പഠിക്കണ്ട. എന്താ നിങ്ങൾ പഠിച്ചത്? ഒറ്റ ഫോർമേഷൻ. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യണോ? അതേപോലെയുള്ള നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ കുറേ അങ്ങ് എഴുതുക. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വിൽ ഗെറ്റ് ദ കപ്പാസിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ബൈ യൂസിങ് ദ ലാംഗ്വേജ് ഇംഗ്ലീഷ്, നോ ഡൗട്ട്. ദാറ്റ് ഈസ് വാട്ട് മൈ അഷുറൻസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ വാഗ്ദാനം അത് തന്നെയാകുന്നു. ഇനി ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, ഐ ആം എ സ്റ്റുഡൻറ്റ്, ഞാൻ വിദ്യാർത്ഥിയാകുന്നു. അതൊരു സാധാരണ വാക്യമാണ്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ആർ യു എ സ്റ്റുഡൻറ്റ്? എന്താണ് ചോദ്യവാക്കാണ് ഞാൻ ചോദിച്ചത്. ആർ യു എ സ്റ്റുഡൻറ്റ്? നിങ്ങൾ വിദ്യാർത്ഥിയാണോ? അപ്പോൾ നിങ്ങൾ എന്താ ഉത്തരം പറയുക? അതേ, ഞാൻ വിദ്യാർത്ഥിയാകുന്നു. യെസ്, ഐ എം എ സ്റ്റുഡൻറ്റ്. ആ പോസിറ്റീവ് ആൻസറാണ് നിങ്ങൾ പറഞ്ഞത്. അതിനിപ്പോൾ നമുക്കൊരു നെഗറ്റീവ് ആൻസർ നോക്കാം. നോ, ഐ എം നോട്ട് എ സ്റ്റുഡൻറ്റ്. അല്ലേ, നിങ്ങൾ വിദ്യാർത്ഥി അല്ലേ? അപ്പോൾ നിങ്ങളെങ്ങനെ പറയുക? അറിഞ്ചു അല്ലേ 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 എന്ന് ഞാൻ പറയുന്ന മലയാളത്തിൽ നമ്മൾ കണ്ടമാനം ചോദിക്കും. നിങ്ങൾ പോയിനാ? ഇല്ലേ. വന്നിനായ? എപ്പോൾ വന്നേ? ഇല്ലേ. നേരം പെയ്യിനാ? ഇല്ലേ. ഇല്ലേ. ബസ് കിട്ടീനാ? ഇല്ലേ. ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. ഈ ഇല്ലേ ഇല്ലേ എന്ന് പറയുന്നതിനാണ് ടാഗ് എന്നാണ്. ടാഗ് ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷ്. കുറച്ചേ പഠിക്കാനുള്ളൂ. പക്ഷേ ടാഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളതിലേക്ക് ബുദ്ധിമുട്ടിക്കുന്നില്ല. ടാഗ് എന്നൊന്നും പറയും ഇപ്പം നിങ്ങൾ പഠിക്കണ്ട. അത് തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. അതല്ല, ആ സമയം വരുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വി ക്യാൻ പ്രൊസീഡ്. അത് ഏത് കാര്യത്തിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാത്രമേ പോകാൻ പറ്റൂ. പിന്നെ ഞാൻ പറയുക, ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ കുറേ സ്റ്റെപ്പൊന്നും നിങ്ങൾ പോകാനില്ല. ഞാൻ നേരത്തെ മലയാളത്തിൻ്റെ ഉദാഹരണം പറഞ്ഞില്ലേ, അതേപോലെ വളരെ ഷോർട്ട് പീരീഡിൽ പോയി കഴിഞ്ഞാൽ തന്നെ കമ്മ്യൂണിക്കേഷൻ കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ബിൽഡപ്പ് ചെയ്യുക, റിസപ്പ് ചെയ്യുക. അത് ഞാൻ പിന്നീട് ഉള്ള ക്ലാസ്സുകളിൽ എപ്പിസോഡുകളിൽ പറഞ്ഞു തരും. അപ്പം ഞാൻ ആദ്യത്തെ ഉദാഹരണം പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര കിട്ടിയ? ഐ എം എ സ്റ്റുഡൻറ്റ്. Are you a student? Yes, I am a student. No, I am not a student. Aren't you a student? അപ്പോൾ 5 ഫോർമേഷൻ. 5 ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ 5 വാചകം നിങ്ങളിപ്പോൾ രൂപീകരിച്ച്. 5 വാചകമാണോ നിങ്ങൾ രൂപീകരിച്ച്? അല്ല. 5 കോടിയാണോ? അല്ല, അതിൽ കൂടുതൽ. അപ്പോൾ ഇങ്ങനെ എക്സാമ്പിൾ മാത്രം പഠിച്ചുകൊണ്ട്, അതായത് എങ്ങനെ ഹൗ ടു ഫോം ദ സെൻറ്റൻസസ്,
എന്നാലും മാത്രമേ ആ ഫോർമേഷൻ കപ്പാസിറ്റിയെ നിങ്ങൾ ബിൽഡപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് whenever you open the mouth you will get the capacity to communicate by easily and nicely by using the language English without thinking what to say and how to say. എങ്ങനെ പറയണം, എന്ത് പറയണം എന്ന് ചിന്തിക്കാതെ കൊണ്ട് നിങ്ങളെ മൗത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ബ്രെയിനിൽ നിന്ന് അതിങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ ഫ്ലോ വിത്തൗട്ട് ഇൻറ്റൻഷൻ. ഒരു ഉദ്ദേശമില്ലാണ്ട് സംസാരിക്കണം എന്നുള്ള യാതൊന്ന് എങ്ങനെ പറയണം ഇപ്പോൾ എല്ലാ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകുന്നവർക്കുള്ള ഇനീഷ്യൽ സ്റ്റേജിലുള്ള ബുദ്ധിമുട്ട് എന്താണ്? എന്തിനെ പറയണം, എന്ത് പറയണം, അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ 4-5 ഉദാഹരണം ഇതുപോലെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര കപ്പാസിറ്റി കിട്ടിയത്? ഫോർമേഷൻ കപ്പാസിറ്റി 5 സെൻറ്റൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എത്ര കിട്ടി? ലക്ഷങ്ങളും ആണോ? അല്ല, കോടികൾ അല്ലേ. ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞില്ല, ഐ എം എ സ്റ്റുഡൻറ്റ്, ഐ എം എൻ എഞ്ചിനീയർ, ഐ എം എ പ്രൊഫസർ, ഐ എം എൻ അത്ലറ്റ്, ഐ എം എ ബിസിനസ് മാൻ. ഇങ്ങനെ പറയുമ്പോൾ എത്രയാണ്? എത്രയെങ്കിലും ഉണ്ട്. അതിൻ്റെ പോസിറ്റീവ് ആൻസർ സാധാരണ വാക്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പോസിറ്റീവ് ആൻസർ പറഞ്ഞു, നെഗറ്റീവ് ആൻസർ പറഞ്ഞു ഇല്ലേ, പിന്നെന്താ ടാഗ് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഈ 5 ഫോർമേഷൻ നടത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര കിട്ടിയത്? അപ്പോൾ അതാണ് ഞാൻ തരുന്ന വാഗ്ദാനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടുന്നത് ഫോർമേഷൻ കപ്പാസിറ്റി. യു ജസ്റ്റ് റിക്വയർ ടു ബിൽഡ് ഇറ്റ് അപ്പ് എവരി നൗ ആൻഡ് ദെൻ. എപ്പോഴാണ് സമയം കിട്ടുന്നത്? യു ടേക്ക് എ പീസ് ഓഫ് പേപ്പർ ഓർ എ നോട്ട് ബുക്ക് ആൻഡ് യു ട്രൈ ടു റൈറ്റ് ഡൗൺ ആസ് മച്ച് എസ് എക്സാമ്പിൾസ്. അത്ര കഴിയുമ്പോൾ നിങ്ങളെ ഫോർമേഷൻ കപ്പാസിറ്റി, നിങ്ങളെ കോൺഫിഡൻസും എല്ലാം കൂടി കഴിയും. ഞാനിപ്പോൾ 5 കോടിയൊന്നും നിങ്ങളെ പഠിപ്പിച്ചില്ല, 5 കോടിയിലെ വാചകം ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഐ ഹാവ് ഗിവൺ യു ഓൺലി വൺ സിംഗിൾ എക്സാമ്പിൾ. ഔട്ട് ഓഫ് ദാറ്റ് യു ഗോട്ട് ദ കപ്പാസിറ്റി ടു ഫോം സച്ച് എ ടൈപ്പ് ഓഫ് lakhs and crores of formations. വാചക രൂപീകരണം എനിക്ക് സാധിച്ചു. അടുത്ത ഒരു ഉദാഹരണം കൂടി ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് തരികയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കൊടാനുകോടി എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തെളിയിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുക. അതെങ്ങനെയെന്ന് ഞാൻ ഇപ്പോൾ പ്രായോഗികതയിൽ നിങ്ങൾക്ക് കാണാം. ഫോർ എക്സാമ്പിൾ, ഹീ ഈസ് വർക്കിംഗ്. അപ്പോൾ അവിടെ നമുക്ക് എത്ര ഫോർമേഷൻ ഉണ്ടാക്കാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടികൾ. ഈസ് വർക്കിംഗ്, ഈസ് ജമ്പിങ്, ഈസ് ലേണിങ്, ഈസ് സ്ലീപ്പിംഗ്, ഈസ് ഈറ്റിംഗ്, ഈസ് വാക്കിംഗ്, ഇങ്ങനെ പറയാമല്ലോ നമുക്ക്. അപ്പോൾ അത് ഹീസ് സിംഗിങ്, ഹീസ് വാക്കിങ് 2-3 വേർഡ് ഉപയോഗിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ 2-3 വേർഡിൽ നിന്ന് ആദ്യ പഠിതാവിനെ സംബന്ധിച്ച് 2-3 വേർഡുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഫോർമേഷൻ കഴിഞ്ഞിട്ട് രൂപീകരണം, വാചക രൂപീകരണം, പിന്നെ 4-5 അങ്ങനെ കൊണ്ടുപോകാൻ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹീസ് വർക്കിംഗ് എന്നതിനെ കൊണ്ട് എത്ര ഉണ്ടാക്കാം നമുക്ക് വാചകം? ഒന്നും കൂടി നോക്കാം. ഈസ് ഹി വർക്കിംഗ്? യെസ് ഹി ഈസ് വർക്കിംഗ്. നോ ഈസ് നോട്ട് വർക്കിംഗ്. ഈസിൻ്റ് ഹി? അപ്പോൾ എത്രയായി? 5 ഒരു വാചകത്തിലൂടെ വീണ്ടും നിങ്ങൾക്ക് 5 ഫോർമേഷൻ കിട്ടി. 5 ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ലാസ്റ്റ് ആ ഭാഗം മാറ്റുമ്പോൾ എത്രയെങ്കിലും ലക്ഷങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞല്ലേ ഫോർമേഷൻ. വീണ്ടും ഞാൻ പറയുന്നത് അത് കോടികളിലേക്ക് മാറ്റുന്ന ഒരു മെത്തേഡ് ഞാനിപ്പോൾ വീണ്ടും പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഈ 5 മിനിറ്റ് 10 മിനിറ്റ് തന്നെ എൻ്റെ എപ്പിസോഡിലൂടെ നിങ്ങൾ കാണുന്നത് കൊടാനുകോടി ഫോർമേഷൻ. ആ കൊടാനുകോടി എന്നുള്ള വാക്കിന് ഞാനിപ്പോൾ ഒന്ന് തെളിയിക്കുക നിങ്ങളുടെ മുമ്പിൽ. നമ്മുടെ ലോകത്ത് എത്ര ആളുകളുണ്ട്? ജനസംഖ്യ 1200 കോടി അല്ലേ. ഇന്ത്യയിലോ ഒരു 110-115 കോടി അല്ലേ. അപ്പോൾ ഈ കോടി ആൾക്കാരുടെ പേര് ഹീക്ക് പകരം നമ്മൾ വെക്കുക. രാമു ഈസ് വർക്കിംഗ്, ഫൈസൽ ഈസ് വർക്കിംഗ്, ശ്രീര ഈസ് റണ്ണിങ്, ശോഭന ഈസ് സിംഗിങ് ഓൺ ദ സ്റ്റേജ് പറയാം നമുക്ക്. ഈസ് പ്ലേയിങ് ഓൺ ദ ഗ്രൗണ്ട്, ഇത് പറയാം, നീട്ടണ്ട. ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് നൗ ഓൺ ദ ഗ്രൗണ്ട്. വാചകം ഉണ്ട്, നമുക്ക് ലോങ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞ ഉദാഹരണം. അപ്പോൾ അങ്ങനെ ലോകത്തുള്ള 1200 കോടി ആൾക്കാരുടെ പേര് ഹീക്ക് പകരം വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് നിങ്ങൾ ഫോർമേഷൻ? ഇപ്പോൾ എൻ്റെ ഒറ്റ എപ്പിസോഡിൽ നിന്ന് പഠിച്ച ഫോർമേഷൻ കപ്പാസിറ്റി കൊടാനുകോടി. അപ്പോൾ ഈ 5 വാചകം അല്ല, രാമു ഈസ് റണ്ണിങ്, ഈസ് രാമു റണ്ണിങ്, ആസ് രാമു ഈസ് റണ്ണിങ്, നോ രാമു ഈസ് നോട്ട് റണ്ണിങ്, ഈസിൻ്റ് ഹി? അപ്പം എത്ര കോടി ആൾക്കാരുടെ പേര് വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര കിട്ടിയത്? 5-10 അല്ലേ, 5 കോടി. പിന്നെ എത്ര കിട്ടി? 6 കോടി വാചകമാണ്. ഇപ്പോൾ 6 കോടി വാചകത്തിൻ്റെ എങ്ങനെ സംസാരിക്കുക എന്നുള്ളതിൻ്റെ ഫോർമേഷൻ. അതായത് ഫോർമേഷൻ മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്, സംസാരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, സംസാരിക്കാൻ ഉള്ള അതിൻ്റെ കാരണമാണ് ഈ ഫോർമേഷൻ ഇൻകപ്പാസിറ്റി എന്ന് പറഞ്ഞു. ഫോർമേഷൻ്റെ 2 ഉദാഹരണങ്ങൾ തന്നു. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കാനുള്ള മലയാളം മരണം വരെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഇത്രേ ചെയ്യണ്ടു എന്ന കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി. അതുകൊണ്ട് യു ട്രൈ ടു ബിൽഡ് അപ്പ് ദ കോൺഫിഡൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡ് ട്രൈ ടു യൂസ് ദ ലാംഗ്വേജ് ഇംഗ്ലീഷ് വിത്ത് 100%, മോർ ദാൻ ദാറ്റ്. ഇപ്പോൾ പെർസെൻറ്റേജ് ഞാൻ പറയുന്നത് 100%-ലധികം ശതമാനം ഉണ്ടെങ്കിൽ അത്രയും ശതമാനത്തിൽ
നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനുള്ള ഉദാഹരണം കൂടി ഞാൻ നിങ്ങൾക്ക് തന്നു. മലയാളം നമ്മൾ സംസാരിക്കുക അതേപോലെ ആ ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തെക്കുറിച്ച് നമുക്ക് ഗ്രാമർ, അപ്പോൾ ഗ്രാമർ ഇഗ്നോർ ദ ഗ്രാമർ ഫുള്ളി ഇഗ്നോർ, അത് ഓട്ടോമാറ്റിക്കലി ദറ്റ് വിൽ കം. അതൊക്കെ പിന്നെ ചെയ്താൽ മതി. ഇപ്പോൾ ആദ്യം എന്താ വേണ്ടത്, നമ്മളെ ഫോർമേഷൻ കപ്പാസിറ്റി അതിനെ എത്രമാത്രം ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ബിൽഡ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കോഡിയുടെ ഫോർമേഷനാണ് തന്നത്. നിങ്ങൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് മനസ്സിലാക്കുകയാണ്. നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിത്തൗട്ട് അതായത് ഒന്നുമില്ല, എപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓരോ എപ്പിസോഡിൻ്റെയും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയട്ടെ. അതായത് ഞാൻ ഒരു വാചകം കൂടി പറയാം, 1 മിനിറ്റ്. കാരണം ഇപ്പം ഇനീഷ്യൽ ലേണേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത്. ഇൻ്റർമീഡിയറ്റ് അതായത് അഡ്വാൻസ്ഡ് മധ്യ ലെവലല്ല, മോർ അഡ്വാൻസ്ഡ് ലെവൽ ആൾക്കാർ പോലും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ അതൊന്നുമല്ല, ഇനീഷ്യൽ ലേണേഴ്സിന് ഹൗ യു ക്യാൻ ബിൽഡപ്പ് ദ ലാംഗ്വേജ് എന്നാണ് ഞാൻ കാര്യം പറഞ്ഞത്. അതെങ്ങനെ ഫോർമേഷൻ ആക്കാൻ, ഫോർമേഷൻ നിങ്ങൾക്ക് വലിയ സെൻറ്റൻസ് ചെയ്യുക. അത് പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. പശുവിൻ്റെ കുട്ടി പ്രസവിച്ചുകൊണ്ടാൽ തന്നെ പറമ്പ് അറച്ചോടും, പക്ഷേ മനുഷ്യൻ്റെ കുട്ടിയോ വീണ് എഴുന്നേറ്റ് അതില്ല. അതേപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ.